ഓം രാമായണ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 8. ദിവ്യാത്മാക്കളെ പ്രണാമം പ്രണാമം. വാൽമീകീയ രാമായണം ഉത്തരോത്തരം അതിൻ്റെ കീർത്തിയെ ധവളാഭമാക്കിക്കൊണ്ട് പ്രമുഖരായ അനേകം കവിപങ്കുവന്മാർ ഉണ്ടായിട്ടുണ്ട്. അവരിൽ അഗ്രഗണ്യനാണ് ഗോസ്വാമി തുളസീദാസൻ. ഹിന്ദി ഭാഷാ സാഹിത്യം, ഭക്തികാലം, രാമഭക്തിയെ ആശ്രയേത് ഹിമാചലം ജനകീയമാക്കിയ സുവർണ കാവ്യമാണ് തുളസീദാസൻ്റെ രാമചരിതമാനസം. കൂടാതെ വിനയപത്രികയും ഹനുമാൻ ചാലീസയും ഇവ രചിക്കപ്പെട്ടു. അവധി ഭാഷയിലാണ്. രാമചരിതമാനസം വിശ്വസാഹിത്യത്തിലെ അനശ്വര കൃതിയാണ്. സർവാംഗസുന്ദരം, ഉത്തമകാവ്യം, നിത്യനൂതനം, നവനവോന്മേഷശാലിനി. സ്വാന്തസുഖായ തുളസി രഘുനാഥഗാഥ. തൻ്റെ അന്തസുഖത്തിനാണ് തുളസീദാസ് രഘുനാഥഗാഥ രചിച്ചത്. ഇതിൽ ആദർശ ഗാർഹസ്ഥ ജീവിതം, ആദർശ രാജധർമ്മം, ആദർശ പാരിവാരിക ജീവിതം, ആദർശ പതിവ്രതാധർമ്മം, ആദർശ ഭ്രാതൃസ്നേഹം എന്നിവ ഉയർത്തിക്കാട്ടുന്നു. കൂടാതെ സർവോച്ഛ ഭക്തി, ജ്ഞാനം, ത്യാഗം, വൈരാഗ്യം, സദാചാരം, സന്മാർഗം, ഉത്തമ സ്ത്രീ പുരുഷ ബന്ധം, സഗുണ നിർഗുണ ഭക്തി, പ്രേമത്തിൻ്റെ ഗഹനത, അതിൻ്റെ അഗാധമായ തത്വം, നീതിബോധം, സമഭാവന എന്നീ മൂല്യങ്ങളും പ്രജ്വലിപ്പിച്ചു. മോക്ഷമാർഗം അഥവാ പരമപുരുഷാർത്ഥം എല്ലാ ഭക്തജനങ്ങൾക്കും ബോധ്യമാക്കി കൊടുത്തു. ഭഗവാൻ ഗൗരീശങ്കരൻ രാമചരിതമാനസത്തെ സത്യം ശിവം സുന്ദരം എന്ന് വിശേഷിപ്പിച്ചു. ഇതിൻ്റെ അലൗകിക പ്രഭാവം മൂലം ജനങ്ങളുടെ രോഗശോകാദികൾ ഇല്ലാതാക്കുന്നു, സുഖ ശാന്തി സൃഷ്ടിക്കുന്നു. തുളസീദാസ് പറയുന്നു, ഹരിഭജന ബിനാ സുഖശാന്തി നഹീം. കവിയുടെ മഹാസന്ദേശവാക്യമാണത്. രാമായണ പ്രേമീജനം നിത്യവും മാനസം വായിക്കുന്നു, ശ്രവിക്കുന്നു, പൂജിക്കുന്നു. പ്രയാഗിനടുത്തു ഉള്ള ബാന്ദ ജില്ല, അതിൽപ്പെടുന്ന രാജാപുരം എന്ന ഗ്രാമം, അവിടെ വസിക്കുന്ന പണ്ഡിതവരേണ്യനായ ആത്മാരാം ദുബെയുടെയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഹുലസിയുടെയും ശിവോപാസനയുടെ ഫലമായി ഉണ്ടായ ദിവ്യപുത്രൻ ഗോസ്വാമി തുളസീദാസ് 1554 ഭൂജാതനായി 12 മാസം അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് റാം റാം എന്ന് ജനിച്ച നിമിഷം മന്ത്രിച്ചു. ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്ത കുട്ടി, ഭഗവാൻ ഉണ്ണികൃഷ്ണനെ പോലെ. എല്ലാവരുടെയും മുഖത്തു നോക്കി മുല്ലമുട്ടുപോലെ ശോഭിക്കുന്ന 32 ദന്തപന്തികൾ കാട്ടുമായിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ബാലൻ. അംഗസൗഷ്ഠവം, സുന്ദരമായ വപുസ്,
ചുനിയ എന്ന വളർത്തമ്മ. 1561 ഉപനയന കർമ്മം. പ്രഥമ ഗുരു അനന്താനന്ദൻ. ആരും പഠിപ്പിച്ചതല്ല. ഗായത്രി മന്ത്രം 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് യജ്ഞോപവീതം ധരിച്ചു. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു. സകലകലാവല്ലഭൻ. 1583 ഭരദ്വാജ ഗോത്രത്തിൽപ്പെട്ട പരമസുന്ദരിയും വിദുഷിയുമായ രത്ന എന്ന പേരിൽ അറിയപ്പെടുന്ന യുവതിയെ പരിണയിച്ചു. വർഷങ്ങൾ ചിലത് കഴിയുന്നു. ഭാര്യ രത്നയെ പിതൃഗൃഹത്തിൽ ഇതുവരെ ഒന്ന് വിട്ടിട്ടില്ല. ഒരു നാൾ രത്നയുടെ മൂത്ത സഹോദരൻ തുളസിയുടെ വീട്ടിൽ എത്തുന്നു. അന്നവിടെ തുളസിദാസ് ഇല്ലായിരുന്നു. എന്തോ കാര്യത്തിന് കാശിയിൽ പോയിരിക്കുകയാണ്. നല്ല അവസരം. സഹോദരനൊപ്പം രത്ന പിതൃഗൃഹത്തിൽ പോയി. ഈ വിവരം അയൽക്കാരിൽ നിന്നും മടങ്ങിയെത്തിയ തുളസി അറിയുന്നു. എന്തോ കൗതുകമുള്ള വസ്തുക്കൾ രത്നയ്ക്ക് കൊടുക്കാൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. അതെല്ലാം അവിടെ വലിച്ചെറിഞ്ഞിട്ട് രത്നയുടെ ഭവനത്തിൽ യാമിനി വേളയിൽ സാഹസികമായി യാത്ര ചെയ്ത് പ്രാണപ്രിയ രത്ന രത്ന എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കയറി എത്തുന്നു, ഓടിയെത്തുന്നു. പതിദേവനെ ഈ രീതിയിൽ കണ്ടിട്ട് കോപവും താപവും പൂണ്ട ശയനാകാരത്തിൽ രത്ന പോകുന്നു. അനുഗമിച്ച തുളസി ചാരുസർവാംഗ സുന്ദരിയായ രത്നയെ ദർശിക്കുന്നു. രത്നയിൽ കാണുന്ന ഭാവമാറ്റം തളിരുപോലെ സുമനോഹരമായ അധരം വിറയ്ക്കുന്നു. കുവലയ കാന്തിയുള്ള ലോചനങ്ങൾ കലുഷിതമാകുന്നു. ഇടതിങ്ങി ചുരുണ്ടിരുണ്ട വാർകൂന്തൽ അഴിഞ്ഞ് നിവർന്ന് യാനുവിനെ സ്പർശിക്കുന്നു. മുഖം ചുവന്നു തുടുത്തു. രത്ന ഗർജിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: എൻ്റെ ഈ അസ്ഥിമാംസമയമായ നശിക്കുന്ന ശരീരത്തോടാണോ ഇത്രയും പ്രേമം, ആസക്തി? അതിൻ്റെ പകുതിയെങ്കിലും ഭക്തിയും ശ്രദ്ധയും ഭഗവാൻ രാമനോട് ഉണ്ടായിരുന്നുവെങ്കിൽ ഭവാൻ ജീവിതസാഗരത്തിൻ്റെ മറുകര എത്തുമായിരുന്നു. മുക്തി നേടുമായിരുന്നു. ചതുർത്ഥ പുരുഷാർത്ഥം പ്രാപിക്കുമായിരുന്നു. കഷ്ടം. തുളസിയുടെ മർമ്മത്തിൽ തട്ടിയ വാക്കുകൾ. പിന്നീട് ഒരു നിമിഷം പോലും തുളസി അവിടെ നിന്നില്ല. രത്നയുടെ ധർമ്മക്രോധത്തിൽ തുളസിയുടെ കാമം എന്നേക്കുമായി എരിഞ്ഞടങ്ങി. തുളസി പ്രയാഗിൽ എത്തി. സന്യാസി വേഷം, തീർത്ഥാടനം, മാനസ സരോവരം. കാക ഭുഷുണ്ഡിജി എന്ന ഗുരു, സിദ്ധയോഗി ശ്രീ ഹനുമാനെ ദർശിപ്പിച്ചു. രാമദർശനം സാധ്യമാക്കി. ചിത്രകൂടം. രഘുനാഥ ദർശനം 1607. തുടർന്ന് ഭരദ്വാജ യാജ്ഞവൽക്യാദി ഋഷിമാരെയും ദർശിപ്പിച്ചു. കാശി പ്രഹ്ലാദ ഘാട്ട്, ഒരു ബ്രാഹ്മണ ഭവനം, താമസം, വിശ്രമം, ധ്യാനം. തുളസിയിൽ
കവിത്വശക്തി ഉണർന്നു. സംസ്കൃത ശ്ലോകങ്ങൾ രചിക്കാൻ തുടങ്ങുന്നു. പ്രത്യക്ഷപ്പെട്ട ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹ നിർദ്ദേശപ്രകാരം സ്വഭാഷയായ അവധിയിൽ എഴുത്തു രചന മാറ്റുന്നു. സാമവേദം പോലെ ഫലവത്താകുന്നു. തുളസി അയോധ്യയിലെത്തി. 1631 എഴുതാൻ തുടങ്ങി. മാനവ രാശിയെ മുഴുവൻ ആകർഷിക്കുന്ന തുളസി രാമായണം 2 വർഷം 7 മാസം 26 ദിവസം കൊണ്ട് ആ വിശിഷ്ട ഗ്രന്ഥം പൂർണ്ണമാക്കി. കാശി വിശ്വനാഥനും അന്നപൂർണേശ്വരിക്കും സമർപ്പിച്ചു. സത്യം ശിവം സുന്ദരം എന്ന അശരീരി അനുഗ്രഹപൂർവ്വം ശ്രദ്ധിച്ചു. ഹനുമാൻ ചാലീസയും വിനയപത്രികയും പൂർണ്ണമാക്കി. ടോഡർമല്ലിൻ്റെ ഭവനം, മിത്രമായ ശ്രീ മധുസൂദന സരസ്വതി തുളസി കൃതികൾ പരിശോധിച്ചിട്ട് ഇപ്രകാരം രേഖപ്പെടുത്തി: ആനന്ദകാനനെ ഹ്യസ്മി ജംഗമ തുളസീനരഃ കവിത മഞ്ജരി ഭാതി രാമഭ്രമരഭൂഷിത. അർത്ഥാത് ഈ കാശി എന്ന ആനന്ദവനത്തിൽ തുളസീദാസനെന്ന സഞ്ചരിക്കുന്ന തുളസി തരു, അതിലെ കവിതാരൂപിയായ മഞ്ജരി വളരെ ആകർഷകമാണ്. അതിൽ ശ്രീരാമരൂപിയായ ഭ്രമരം സദാ ചുറ്റിക്കറങ്ങുന്നു. ഭഗവാൻ ശ്രീരാമനും ആഞ്ജനേയനും തുളസിയെ നിർഭയനാക്കി. 1680 ശ്രാവണ കൃഷ്ണ ത്രയിയിൽ ശനിവാസരം അസിഘാട്ടിൽ രാമനാമം ജപിച്ചുകൊണ്ട് തുളസിദാസ് ഭൗതിക ശരീരം ത്യജിച്ചു. സ്വസ്തി ശുഭം.